ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ ആണ്. നമ്മളിന്ന് ഗ്രാനി 5 ആണ് കളിക്കാൻ പോണ. അതെടുത്തു ഇനി ഓഫ് ചെയ്യടാറെങ്കിലും ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഈ സാധനത്തിൽ. അത് കാരണം ഞാൻ ഓഡിയോ എക്സ്ട്രാ വേറെ ഡബ് ചെയ്യാനാണ് ചെയ്യണം. ഇതെടുക്കാം, നമുക്ക് നിൽക്കാം. പ്ലേ. എൻ്റെ പൊന്നോ, ഗ്രാനിക്കണം ഇപ്പോൾ കണ്ട ഈസി. അത് പ്രാക്ടീസ് ഒന്നും വേണ്ട. HD ബേട്ട ലാഗടിച്ചു പെട്ടു നമ്മൾ. വേണ്ട, ഗ്രാനി സീരിയസ്ലി അല്ലേ. അതെല്ലാത്തിലും അങ്ങനെയാണ്. ഗ്രാനി പതുക്കെ അടഞ്ഞടഞ്ഞാണ് നടക്കണം. ഇത് ഫോണിൽ കളിക്കുമ്പോൾ വേറെ സാധനമാണ് കേട്ടോ. എൻ്റെ പൊന്നോ, നമ്മൾ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഗുരു ഭയങ്കര ഇതുപോലെയാണ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മൊബൈലിലാണ് കളിക്കണം സത്യം പറഞ്ഞാൽ. ഇഫ് യു ഡ്രോപ്പ് സംതിങ് അതൊക്കെ എനിക്കറിയാം. എല്ലാ ഗെയിമിലും ഇങ്ങനെ തന്നെ, എല്ലാ ഗ്രാനി ഗെയിമിലും ഇങ്ങനെ തന്നെ. ഇവർ ഗ്രാനി 5 ഫാൻ ബേസ് ഗെയിമാണെങ്കിലും കറക്റ്റ് ആവാം. മറ്റേ ഡെവലപ്പേഴ്സ് ഈ ഗ്രാനി ഇറക്കണൊക്കെ ഗ്രാനി ഇറക്കി ഇവരിറക്കണം അതേ മോഡലല്ലേ ഇവരിറക്കി അങ്ങനെ. അതവർ തന്നെ മാഡ് വേൾഡ് ചെയ്തത്. നോക്കാം. ഇതെന്താണ് പുറകോട്ട് പോവാ? അടെ ഇത് തന്നെ വിളിച്ചേക്കാം. ഫ്ലാഷ് വാണിംഗ് സ്ക്രീൻ കൊണ്ട് ഏറ്റവും ശിവനെ അതെങ്കിലും അപ്പാപ്പന്മാരുണ്ടെങ്കിൽ പോവുക. പെട്ടെന്ന് ഫ്ലാഷ് അണ്ണാക്കിലേക്ക് തെറിക്കുന്നതാണ്. എൻ്റെ പൊന്നെ, ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പം എഴുതി കാണിക്കുക ഒരു സാധനം. Act 1 പറഞ്ഞില്ലേ, വേർ ഈസ് മൈ മൈൻഡ്. എൻ്റെ അകത്തുണ്ട്. ഓ മൈ ഗോഡ്, മൈ ഗേൾ ഫ്രണ്ട്. ഓ മൈ ഗോഡ്. അയ്യോ, Definitely watched the horror series in my life. I'm the main serious. അപ്പം ഇവർ പറയണത് ഇവൻ ഉറങ്ങാൻ നേരത്ത് ഓരോ നൈറ്റ്മെയർസ്, അതായത് ദുർസ്വപ്നം കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ദുർസ്വപ്നത്തിൽ ഗ്രാനി ഉണ്ടെന്നോ തോന്നണം കേട്ടാ. ഇവൻ നോ വാട്ട് ടു സേ, ഐ വിഷ് യു നോ നൈറ്റ്മെയർസ് ടുഡേ. കൊള്ളാം, എന്താ അനുഭവിച്ച് നോക്കുക, അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. നോ നൈറ്റ്മെയർസ് ടുഡേ എന്ന് അവരെ അനുഭവിച്ചു. ഗ്രാനിയുടെ വീട് പറഞ്ഞില്ലേ. എൻ്റെ മോനെ, നീ ഡോർ അങ്ങനെ തുറക്കും. കണ്ടാ ഒരു ഇതുപോലെ ഇല്ലേ, പോലെ ആ സ്ക്രീൻ മൂവ് ചെയ്യുമ്പോൾ കണ്ടാ ഒരു ഇതുപോലെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, കളിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ആ ഒരു ഇത്. ഇതിനകത്തെന്തോ കണ്ണിൻ്റെ പടം കാണിക്കണ്ടല്ലോ. സുരേഷ് കുട്ടൻ ആരെ വിളിച്ചു ഗൈസ്. ഡോർ ഈസ് ലോക്ക്ഡ്. ഞാൻ മങ്ങസ് കയറ്റായിട്ട് അടുത്ത വീഡിയോയ്ക്ക് വന്നതിൻ്റെ ഇതാണ്. റൂം കീ എടുക്ക്. ഇത് കാണാൻ പറ്റുന്നില്ല ഗൈസ്. കബോർഡിനകത്തിരിക്കണ കളർ കണ്ട റൂം കീൻ്റെ റെയിൻബോ കളർ മിന്നിക്കൊണ്ടിരിക്കുന്നു. കണ്ട കീ നോക്കിയാൽ മാറിക്കൊണ്ടിരിക്കണം. അത് പിന്നീട് അത് ഡോർ തുറന്നിട്ടിട്ടാണ് നമുക്ക് വീട്ടിലേക്ക്. ഇതിനകത്ത് ഒളിക്കത്തുണ്ടോ? ഇല്ലടേ, കുനിഞ്ഞു ഒളിക്കാൻ പറ്റത്തില്ല. വെന്റിലേഷനിലൂടെ അപ്പുറത്ത് കിടക്കാന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ പൂട്ടിട്ടേക്ക് അപ്പുറത്തോട് നമ്മൾ തള്ളിപ്പോണം. ബെഡിലേക്ക് ഇട്ടേക്കാം. ബെഡിൻ്റെ അടിയിൽ ഒളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. മിസ്റ്റേക്ക് ഡോർ. ഇവിടെ സാധാരണ കേബിൾ ഉണ്ടാകണ്ടാണല്ലോ. ക്ലൈംബ് അപ്പ്, പൊക്കത്തേക്ക് പിടിച്ച് വലിച്ച് കയറാം. പക്ഷെ എന്താണാവോ ഇതിനകത്ത്. ഫസ്റ്റ് യു മസ്റ്റ് ഓപ്പൺ ദ പൂൾ ഗേറ്റ്. കൊള്ളാം. പൂളാ? ഏത് പൂള്? ഒരു നീല ഡോർ, സീക്രട്ട് ഡോർ. തന്നെ അടഞ്ഞു കഴിച്ച. അയ്യോ പ്രേതം. പ്രേതം. ബക്കറ്റ്.
ആ ഇത് ഉപകാരപ്പെടും കേട്ടോ ചിലപ്പോൾ. ഈ ബക്കറ്റിനകത്ത് എല്ലാം ഇട്ട് വെക്കാൻ പറ്റും. ആരോ പറഞ്ഞാൽ കേട്ടോ, ഒരു കൂട്ടുകാരൻ ഗ്രാനിപ്രാതനാണ്, അവൻ എങ്ങാണ്ട് പറഞ്ഞാൽ ഞാൻ കേട്ടതായിരുന്നു. ഡോർ എൻ്റെ ഊട്ടയെ കൂടി നോക്കാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ദൈവം ഉണ്ടെന്ന് തോന്നുന്നു. വെളിച്ചം ഭയങ്കര. ബീജി വേണ്ട, വെയിറ്റ്, നോ കോപ്പി റൈറ്റ്. ഇത് കീക്കാട് അമ്മച്ചിയുടെ കയ്യിലുണ്ടാവും. അത് പറഞ്ഞ കേട്ടാണ്. ഇതെങ്കിലും നിറങ്ങാൻ പറ്റുമല്ലേ? വാവ്, റെഡ് ഡോർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതിനകത്താണ്. ഡേ തുടക്കം തന്നെ വെപ്പൺ കീയൊക്കെ. ഭാഗ്യവാനാണ് നമ്മൾ. ഓ മൈ ഗോഡ്, എഗെയിൻ പ്രേതം. എങ്ക പാത്താലും നീ ഇതാണ്ട. ഇവിടെ ഞാൻ സ്റ്റക്കായി. ഇല്ല, ഒരു തള്ളു കൊടുത്താൽ മതി, ഇത് വന്നോളൂ. ഇതിനകത്ത് ഞാനേ എഡിറ്റ് വന്നപ്പോൾ ശ്രദ്ധിച്ച്, ഇതിനകത്ത് ഇവ നടക്കണ വോയിസ് ഒന്നും കാണിക്കത്തില്ല കേട്ടാ ഗ്രാനി. അത് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തോളാം. ഞാൻ ഗ്രാനീനെ ഡബ് ചെയ്തോളാം. വേറെ എങ്ങനെ നോക്കട്ടെ. ഞാൻ തൊളിച്ചിരിക്കാം. ഗ്രാനി വന്നുണ്ടോ? ഞാൻ അതിനകത്ത് തൊളിച്ചിരുന്നു കേട്ടോ. ഞാൻ ഇത് ഇൻഷോട്ടിൽ കയറി ഡബ് ചെയ്യണേ. ഗ്രാനി വന്നുണ്ടോ? അതാ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കണം. കണ്ടാ ബാറ്റ് കണ്ടാ? ഒരു ചുമന്ന ബാറ്റ് ആ കൂട്ടെ കൂടി കാണണോണ്ടാന്ന് അറിയാൻ പാടില്ല. ഒരു ചുമന്ന ബാറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രാനി പോയി, ഞാൻ ഇറങ്ങി. വെപ്പങ്കി, ഈ വെപ്പങ്കി എടുത്ത് ആ ഇവിടെ ഇട്ടിട്ട് വേണം ഗ്രാനിയുടെ അണ്ണാക്കി ഷോട്ട് ഗൺ പൊട്ടിക്കാനായിട്ട്. വെപ്പൺ കീ, ഓ മൈ ഗോഡ്. ഇതിനകത്തല്ലേ? എവിടെ? ഇത് കണ്ടിരിക്കുന്നു. സ്വിമ്മിങ് പൂക്കി അവിടെ ഉണ്ട്. അത് പിന്നെ ആക്കാം. എന്തേ തള്ള, ഗ്രാനി തള്ള. എന്ത് ഇവിടെ വല്ല ഉണ്ടാകും? ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കാൻ കയറുന്നു. ഇതുവരെ വീഡിയോ ഒക്കെ വെച്ചിട്ട് പാടാട്ടോ. നമ്മൾ ഇങ്ങനെ സ്ക്രീൻ കണ്ടാ ഇങ്ങനെ പോണു. മൗസൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇത് തെറിച്ചു പോയ ദൂരം കണ്ട, 1 മൈലെങ്കിലും തെറിച്ച് പോയിക്കണം. യെസ് ഗായ്സ്, കീക്കാട് കിട്ടി. ഏതോ വളിച്ച കീക്കാടാണല്ലോ. വർഷമൊക്കെ 1990 കാണിക്കണം. ആ സമയത്ത് കീക്കാടുണ്ടോ ആവോ, ദൈവത്തിനറിയാം. അത് തുറക്കാൻ പറ്റാത്ത എന്താണ്? കഷ്ടം തന്നെ കേട്ടാ. ക്ലോസ്ഡ് ഫ്രം അതർ സൈഡ്. ഇത് തുറക്കാൻ പറ്റത്തില്ലേ? ഡേ, ഞാനടുത്ത് ഇതാണ് ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന്. കൊള്ളാം. റെഡ് ഡോർ തുറക്കാൻ പറ്റത്തില്ല. ഡേ, ഒരു കീയെങ്കിലും വയ്ക്കായിരുന്നു കേട്ടാ അവിടെ, ഒരു സുഖത്തിന്. ഇതെന്താ പൊട്ടിക്കാൻ പറ്റത്തില്ലേ? ഗ്ലാസ് ഉണ്ടല്ലോ, അതടിച്ച് പൊട്ടിക്കാം. ഡ്യൂറബിൾ ഗ്ലാസ്. ഏടാ മോനെ, ബുദ്ധി. ഇവിടെ തീപ്പൊരി പടം ഒളിച്ചിരിക്കാൻ പറ്റുമോ? പിന്നെ നോക്കാം, കുട്ടിക്കളിക്കുന്ന സമയടേ. ഇതിൻ്റെ ഡോറായിരുന്നു. കൊള്ളാം. ഇതിൽ കൂടി തന്നെ ചാടിക്കയറി. കൊള്ളാം. മറ്റേ ഗ്രാനി 3-ലാണെന്ന് തോന്നുന്നു. സ്ലിംഗ് ഷോട്ട് വെച്ച് നമ്മൾ മറ്റേ ട്രെയിനിൻ്റെ അവിടുത്തെ ഒരു സാധനം തുറക്കാൻ നേരത്ത് തിരിച്ച് അങ്ങോട്ട് കയറിയിട്ട് വാതിൽ നമുക്ക് അകത്ത് തുറക്കാം. പക്ഷേ നമ്മൾ ഈ ഇതിൽ കൂടി തന്നെ പിന്നെ വരാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് വരാൻ കേട്ടാ. സീനാണ്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതിനകത്ത് ഒളിക്കാൻ പറ്റത്തില്ല കേട്ടാ, എനിക്കറിയാൻ പാടില്ല. ഇതിന് ക്രോബാർ വേണ്ടേ ഇപ്പം? അതൊക്കെ തുറന്നിട്ടേക്കാം. ഗ്രാനി എങ്ങാനും വന്നാൽ ഓടി അതിനകത്തല്ലേ കയറേണ്ടത്. സ്വിമ്മിങ് പൂൾ ഇപ്പം തന്നെ എടുത്താലോ? അന്നത്തേക്ക് ഇട്ടേക്കാം. ബോയ്. ഏതോ യാട്ടിലീടെ എങ്ങാണ്ട് പരസ്യത്തിലെ പാട്ടായിരുന്നു കേട്ടാ. ഫുള്ളും മറന്നുപോയി ബീജത്തിൻ്റെ. ഷോർട്ട് കട്ട് ബക്കറ്റ്. കല്ലൊന്നും മാറ്റിട്ട് വല്ലതും കിട്ടുമോ? കല്ലിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടായിട്ടാണ് ഇങ്ങനെ മാറ്റാൻ പറയണ. ഇതെന്താ കണ്ണിൻ്റെ ഒക്കെ പടം?
കേബിൾ ലൈബ്രറിയിലെ ആ ബുക്കിൻ്റെ ഇടയിലൊക്കെ കേബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തോന്നുന്നു. ദേ വീണ്ടും കണ്ണ്. പക്ഷെ ഇങ്ങനെ തന്നെ ആ 4 കേബിളും കിട്ടിയാൽ മതിയായിരുന്നു. തോക്കതിനകത്ത് ഇപ്പം അമ്മച്ചി വരും. ഓപ്പ് വാവ് തോക്കിൽ ഇല്ല. വരും അമ്മച്ചി, അതുവഴി ഞാൻ പൊക്കോളാം. അത് ഉണ്ടയില്ല ഗൈസ്, ഉണ്ട നഹി ഹേ. ഒളിച്ചു കയറിയിരിക്കുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഇല്ലെന്ന് അറിയാം ഗൈസ്, പക്ഷെ എനിക്ക് കേൾക്കാം. നന്നായിട്ട് കേൾക്കായിരുന്നു ആ സമയത്ത്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റുന്നില്ല. ഗ്രാനിത്തള്ളേ where are you? Let's play hide and seek. ഞാൻ ഒളിച്ച്, താൻ കണ്ടുപിടിക്കടോ. ആ ഗ്രാനിപ്പിള്ള കണ്ടുപിടിക്കേ. ഇവിടെ ഉണ്ടോ? അമേസിങ്. വേർ ഇസ് ഗ്രാനിത്തള്ള? ഹിയർ യു ആർ. കം ഹിയർ ബോബ്. ഷൂട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ വേറെ എവിടെയൊക്കെ പിടിച്ചേക്കും. അതാണ് ഞാൻ. ചെഞ്ചപ്പ് ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചാൽ പുളി കയറിച്ച് പോകണം കേട്ടോ. ഡാൻസർ ഗ്രാനി. ഐ എം എ ഡിസ്കോ ഡാൻസർ. ഇത് സ്വിമ്മിംഗ് പൂളാണ്, ഷീറ്റാണ് ഇത്. ചിലപ്പോൾ ആ ഷീറ്റ് കല്ലിൻ്റെ പുറത്തിട്ട് വെച്ച് അങ്ങനെ ആയിരിക്കും. ഷീറ്റിൻ്റെ പുറത്ത് കല്ലിട്ട് വെച്ച് അങ്ങനെ ആയിരിക്കും. എന്താ ഇപ്പനെ ഇത് കുഞ്ഞിക്കല്ല് ഉള്ളതിലേറ്റവും ചേർത്ത്. അനിയൻ പാവയാണോ മൊബൈലിൽ കളിക്കുമ്പോഴേ? ഇത് ഇച്ചിരി പാടാ കേസ്. അതാ ക്യാൻവാസ്. എന്ത് എഴുതി കാണിച്ചല്ല? കൈയിൻ്റെ പടം എടുത്തേക്കാം. ചുരുക്കുന്നു ഈ സാധനം. ഞാൻ ഇത്ര വലിയ കൈയാണ് ഈ പുള്ളിക്ക്. മങ്കിടി ലുഫിയ. ഇറങ്ങാൻ പറ്റുക? വേണ്ട, മുതല കടിച്ച് ചാവും ഗ്രാനി. ഇത്രയില്ല പോലെ. നോ റിസ്ക് സാർ ടേക്കിംഗ്. ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഐ ആം നോട്ട് ടേക്കിംഗ് റിസ്ക്സ്. തുറന്നിട്ടേക്കെ എപ്പോഴാണ് ഗ്രാനിത്തള്ള വന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇതിൽ കൂടി വലിഞ്ഞ് കയറാൻ പറ്റത്തില്ലേ? ഇതിന്തിനൊക്കെ ഈ വേണം കേട്ടോ സാധനം. ഞാൻ ചമ്മത്തില്ല, നേരെ പോകും. അതിനെന്ത് ഒരു കീ വേണം കേട്ടോ ആ സാധനത്തിന്. ഇങ്ങനെ വെറുതെ ആക്കത്തില്ല, വെറുതെ നമുക്ക് കാണാനായിട്ട്. ഞാൻ ഇപ്പം ചമ്മത്തില്ല, ഞാൻ ആരെ പോലെയും ചമ്മത്തില്ല. ഞങ്ങളത്തോടെ ഗ്രാനി ഉണ്ടാവും. കൊള്ളാടെ. വീണ്ടും അതിക്കൂടി വലിഞ്ഞേറാൻ പോണോ? പോയി. ക്ലോസ്ഡ് ഫ്രം അതർ സൈഡ്. കൊള്ളാം. ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്ക്. എന്തെങ്കിലും താക്കോലല്ലെങ്കിൽ വേണം നമുക്ക്. തോക്ക് ഇവിടെ ഇടല്ലേ ഇവിടെ. ഇപ്പം അമ്മച്ചി ഒന്ന് പിടിച്ചോണ്ട് ഇന്നത്തെ കയറാൻ പറ്റും. ഇങ്ങനെ മറ്റേത് അവർ കമ്പ്യൂട്ടറിലാണല്ലോ ബാക്കിയുള്ളവരൊക്കെ ഗ്രാനിഫൈ കളിക്കണം. അതാ ഗൈസ്, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ആ വരുമാനം വെച്ച് വേണം നമുക്കൊക്കെ കഞ്ഞി കുടിക്കാൻ. ഇതേക്ക് റൗബാർ ഇരിക്കുന്നു. ഇതെന്താണ്? ഡയറക്റ്റ് ഗ്രീൻ കീ. ചീത്ത സാധനം ഞാൻ തുറത്തില്ല, എൻ്റെ ആ കൈ എഴുക്കാവും. യാതോ ആ അമ്മച്ചി ബർഗറിന് പാറ്റീസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കരിഞ്ഞ് പാറ്റീസ് കരിഞ്ഞു പോയതായിരിക്കും ഗൈസ്. എൻ്റെ പൊന്നോ. അമ്മച്ചി വഴി മാറിക്കാട്ടെ. അമ്മച്ചിയുടെ നെഞ്ചത്തി ചവിട്ടിയൊക്കെയാണ് ഗൈസ് ഞാൻ പോണത്. അമ്മച്ചിയുടെ കണ്ണിലുണ്ട് കേട്ടോ വിളിത്തിരിക്കുന്നത്. പട്ടിയാ വരെ രാത്രി പട്ടീൻ്റെയും പൂച്ചൻ്റെ ഒക്കെ കണ്ണ് അങ്ങനെ തിളങ്ങത്തില്ല, അതേപോലെ
പിന്നെ വേറൊരെണ്ണം പ്രാക്ടീസ് ഇട്ട് കളിച്ചാൽ ആരും ഉണ്ടാകത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സെൻട്രീന് വരുമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ ആവും, വന്നില്ല ഇപ്പം. പിന്നെ അപ്പാപ്പൻ എന്തായാലും ഇതിനകത്തുണ്ട്. പക്ഷെ അപ്പാപ്പൻ ഉറങ്ങുവാണ്. ഇല്ലേ, ഇത് ഒരാൾ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കാണത്തില്ല. എനിക്കങ്ങനെ മനസ്സിലായിരുന്നു. അപ്പാപ്പ ഉറങ്ങുക. ചാഞ്ചു അപ്പാപ്പൻ ചാഞ്ചു. അപ്പം മറ്റേ ഗ്രാനി 3 വിളി ഉണ്ടായിരുന്നു കേട്ടാ. നമ്മൾ ഈ ഒച്ച കേൾക്കാൻ നേരത്ത് ഗ്രാൻഡ് പാ ഈ ചെറിയ ഒച്ചയൊക്കെയല്ലേ കേൾക്കാതെ ഉള്ളൂ. അപ്പം ഒച്ച കേൾക്കണ സ്ഥലത്തേക്ക് ഗ്രാനീനെ പറഞ്ഞു വിടും. ഗ്രാനി എന്നും പറഞ്ഞു. നല്ല രസമായി കേൾക്കാൻ. ഞാൻ എപ്പോഴും ഗ്രാൻഡ് പാടെ മുന്നിൽ ചെന്ന് ചാടും. അപ്പോൾ പുള്ളി ഗ്രാനി എന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. തലക്കിലടിക്കും. പിന്നെ എന്തിനാ ഗ്രാനി വന്നത്? പുള്ളിക്കാരനും കൂടി ചെയ്താൽ പോരെ. ഗ്രീൻ കീ. ഓ അപ്പം ഇത് വെച്ച് ഉറക്കാം. എനിക്ക് ഈ ചീത്ത സാധനം ഡർട്ടി ഗ്രീൻ കീ. ചീത്ത സാധനം എടുക്കാൻ എനിക്കിഷ്ടമല്ല. ഇവിടെ ക്ലോക്ക് വില്ലി. ഇതെന്താ മറ്റേ ഗ്രാനി വണ്ണിലെപ്പോൾ പ്ലേ ഹൗസിൽ വല്ലതും ഫിറ്റ് ചെയ്യാനായിരിക്കും കേട്ടോ. അതിനകത്തുണ്ടോ പ്ലേ ഹൗസ്? ഓ ഇത് ഫുള്ള് സെറ്റപ്പ് വീടാണ്. ഇതിനകത്ത് അവിടെ പ്ലേ ഹൗസ് കക്കൂസിനകത്ത് കൊണ്ടാ ഫിറ്റ് ചെയ്യണത്. അതാ ജനാലെ കൂടി ചാടി പുറത്ത് ഇറങ്ങാൻ പറ്റുമോ? ഓ ഇത് നൈറ്റ് മെയർ ആണ്. സോറി. സംതിങ് ഇൻട്രസ്റ്റിംഗ്. എടാ ആരാണ്ടിട്ട സാധനമാണ് അത് ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ. അവൻ പറഞ്ഞ കേട്ടോ, എനിക്ക് എൻ്റെ പച്ച കൈ വെച്ച് തോണ്ടിയിടാൻ പറ്റത്തില്ല. എൻ്റെ വെറും കൈ വെച്ച് തോണ്ടിയിടാൻ പറ്റത്തില്ല. കയ്യിലൊരു തോക്കല്ലേ ഇരിക്കുന്നു, അത് വെച്ച് തോണ്ടിയിടും. പറ്റത്തില്ല. ഒറ്റ ഉണ്ടേ ഉള്ളൂ ഗൈസ്. പാപ്പനെ എണീക്കത്തില്ലല്ല. അല്ല അമ്മാമ്മേലെ എണീക്കത്തുള്ളൂ. അമ്മാമ്മേലെ വരത്തുള്ളൂ. അമ്മാമ്മ വന്നാലും അങ്ങനെ മിസ്സായ തീർന്നാണ് കേട്ടാ. അമ്മാമ്മേ പോന്നാട്ടെ. അമ്മാമ്മേ ഐ സീ യു. കം ഹിയർ. ലെറ്റ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ഇവിടെ ഒന്നുണ്ടോ അപ്പാപ്പൻ്റെ മുറി? എന്താ കിടക്കണ കിടപ്പ് കണ്ട. കയ്യിൽ തന്നെ കോടാലിയ. ഹോക്കി സ്റ്റിക്കും വെച്ചാന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ അപ്പാപ്പൻ കളിക്കുന്ന. ഈ ഉറങ്ങുന്ന നേരെ പിടിച്ചോണ്ട് കിടക്കുന്നു. പുള്ളി നമ്മളെപ്പോലെ നൈറ്റ് മെയർ കാണിയെന്ന് തോന്നുന്നു. വടിയൊക്കെ നേരെ പിടിച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്ന് തല്ലി കൊല്ലുവടാ പറഞ്ഞു. ഇവക്കൊന്ന് പെയിന്റ് അടിച്ചു. അവിടെ കണ്ടെന്നറിച്ച് അഴുക്ക്. അയ്യാ അയ്യാ. ഓ ആരാണ്ടര ഭാഗത്തിലാ കഴിച്ച നമ്മൾ രക്ഷപ്പെട്ട. ഉണ്ട് മിസ്സാ. ഞാൻ പറഞ്ഞില്ലേ മിസ്സാവൂന്ന്. അങ്ങോട്ട് ബാമച്ചി തേണ്ട തെറിച്ചു പോണോട്ടാ. അമ്മച്ചി താന്തറി. ഓം അമ്മച്ചി സാഹ. ഓം അമ്മച്ചി സ്വാഹ. സ്ലെൻഡറിനുണ്ട് അണ്ണാക്കിൻ്റെ പിക്ചർ ഒക്കെ എന്തിനാ എനിക്ക്? പൈസനകത്തൊന്നും ഒന്നും ഇല്ലടെ. വല്ലതും വച്ചൂടെമാർക്ക്. ക്രാങ്കാണ്. ക്രാങ്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. ഒരു വടി. ഇവൻ്റെ കൈ കാണുന്നില്ലല്ലോ. ഇവരെവിടെ പിടിച്ചേക്കുന്ന? ഏറി പിടിച്ചേക്കുന്ന ഈ സാധനം. ലിഫ്റ്റ്. ഓ ഈ കുഞ്ഞു ഫ്ലാറ്റിൽ ലിഫ്റ്റ്. ആകെ 4 നിലയാണുള്ളത്. കാല് വയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ കയറത്തുമില്ല. അതെ ഇവിടെ സ്വിച്ച് 2 പോരട്ടെ. 3 അത് 3. അപ്പം ഇങ്ങേരത്തൊന്ന് 1. എൻ്റെ ബെഡ്റൂമിൻ്റെ അവിടെ അല്ല സ്വിമ്മിങ് പൂൾ. അങ്ങോട്ട് പോവാം. ഒന്നൊക്കെ ഇപ്പം ഇവിടെ എത്തി. അത് മറ്റേ എലവേറ്റർ അവിടെ ഇല്ലല്ലോ. നമ്മുടെ താഴത്തില്ലല്ലോ. ഇത് ഗ്രാനി 5 നമ്മുടെ ഗ്രാനി ഇറക്കിയ ഡെവലപ്പേഴ്സിൻ്റെ ഈ ഗ്രാനി 5 അവരുടെ അല്ലെങ്കിലും മറ്റേ കിണ്ണ ഗ്രാനി സാധാ ഗ്രാനിയൊക്കെ കിണ്ണ സാധനമാണ് കേട്ടോ. അയ്യോ ഞാൻ അറിയാതെ നോക്കിയതാ. ചമ്മീനാരും പറയല്ലേ. ഭയങ്കര ഡാർക്കാണ്. അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല. ഇവിടെ കൊണ്ടാക്കണമായിരിക്കും. ക്രാങ്ക് തിരിക്കൂ. എന്താ ഇത്? ഗൈസ് ഞാൻ അറിയാതെ ചാടിപ്പോയതാ. എനിക്ക് പേടിയായിരുന്നു അതിനകത്ത് ചാടി. ഇപ്പോൾ പേടിയില്ല.
സോറി, ഇടക്കിടക്ക് ഞാൻ ഈ പാട്ട് കാണണ്ടല്ലോ. ഞാൻ നിർത്തി. ഈ പാട്ട് പാടുന്നില്ല, സീരിയസ്. ഓ ആ വിളിച്ചിരി വേണ്ടായിരുന്നു. സോറി ഗൈസ്. ഓ അപ്പാപ്പൻ്റെ ഉറങ്ങുന്നു. അയ്യോ ബെല്ലടിച്ച്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്നറിയാം, പക്ഷെ ബെല്ലടിച്ചായിരുന്നു കേട്ടോ. സത്യത്തിൽ ബെല്ലടിച്ച്. അപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു ഐ സി യു. സത്യത്തിൽ പറഞ്ഞു, ഞാൻ കേട്ടു. അപ്പാപ്പനെ കാണാൻ പറ്റുന്നില്ല. ഈ ഊട്ടേ കൂടി ഞാൻ കുറേ നോക്കിയായിരുന്നു. ശിവനേ, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരെന്ത്? ഗ്രാനി അസോസിയേഷൻസ് എന്ന് ചാടിപ്പോണം എനിക്കിനി. അപ്പം നിനക്ക് ഉറങ്ങാതിരുന്ന പോരെ, ഉള്ള വയ്യാവേലും മൊത്തം തലയൊക്കെ കയറ്റി വെച്ചേക്കുന്നു. നിങ്ങൾക്ക് പുറകിലൊരു സ്കൂട്ടറിൻ്റെ സൗണ്ട് കേൾക്കണുണ്ടോ? അതേ ഗൈസ്, എൻ്റെ അച്ഛൻ വരുന്നതാണ്. ഇവിടെ അത് എപ്പങ്കി അതൊന്നും ആവശ്യമില്ല. ഇതെന്താണ്? 873792 ഈ ഫോണിൽ വിളിക്കണം. 879732 879732. യു ഓർഡേർഡ് പിസ്സ. പിന്നെ ഈ പേട് സ്വപ്നത്ത് പിസ്സ ഓർഡർ ചെയ്ത് കളിക്കണം അവനൊക്കെ. വെയിറ്റ് ഫോർ ഡെലിവറി. ഏത് ഡെലിവറി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞില്ല. പിസ്സ തന്നെയാണ് അവൻ നൈറ്റ്മെയർ. പിസ്സ കൊള്ളാം, നല്ല ആളാണ് കേട്ടോ. ഇനി അമ്മച്ചി എന്നെ എങ്ങനെ പിടിക്കും? ഈ വയസ്സായതല്ല ഇങ്ങോട്ടങ്ങനെ ചാടി വരും. ഇങ്ങോട്ട് ബാ അമ്മച്ചി, ഞാൻ കാത്തിരിക്കാം. ക്ലൈം ഡൗൺ വേണ്ട. ഇപ്പം ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വന്നു ഇല്ല. അമ്മച്ചി പേടിച്ചിരിക്കുന്നു കേട്ടോ അവിടെ. ലിവർ ഞാൻ അവിടെ കണ്ടായിരുന്നു, പൊക്കത്ത് കണ്ടായിരുന്നു. പോയി ലിവർ എടുക്കാം. സ്വിമ്മിംഗ് പൂൾ നിറച്ച് വൃത്തികെട്ട സ്വിമ്മിംഗ് പൂള്. ചാണ്ട. എൻ്റെ പുനോ, നീ ഒരു ചോമ്പശട്ട് ഓടിക്കോ പേടിയാവും. ഓടിക്കാവൂതേ ലിവർ. നല്ല ഭൂതമായിരുന്നു അത്. ചുമന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടാന്നാ നമ്മളെ? ഞാൻ കണ്ടു. ഇവിടെ എങ്ങോട്ടായിരുന്നു നോക്കണ്ട, ഓടിക്കോ. അയ്യോ എന്നെ പ്രാതം പിടിച്ചാ മനായി. അപ്പം ആ പ്രേതം കണ്ടിട്ട് ബീജിയൊന്നും മുന്നില്ലല്ലോ. ഞാൻ പ്രേതമല്ലേ, ആർക്കറിയാം. ലിവർ കൊണ്ട് ഫിറ്റാക്കാം. ഇവിടെ പച്ച ലിവറാണ് കൊടുത്തേക്കണം. ഞാൻ ഫിറ്റാക്കുന്ന ചുവപ്പ് ലിവർ കൊള്ളാടെ. ഓണാക്കണം. ഡോണ്ട് വർക്ക്. കൊള്ളാം. പിന്നെ എന്തിനാ ഈ ലിവർ ഫിറ്റാക്കാൻ പറഞ്ഞ? കൊള്ളാട്ടാ. ഏറ്റവും പക്കത്തേക്ക് നടുന്ന്. ഇതാ മറ്റേ പിസ്സയായിരുന്നു. ഐസായിരുന്നു. ഇങ്ങനൊക്കെ അറിയാം. കൊള്ളാട്ടിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു. ഹറി, എന്തെങ്കിലും തരാം ഇങ്ങോട്ട് താ. പ്ലീസ് ഹെൽപ്പ് മീ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് നൈറ്റ്മെയർ. ഈ ദുർസ്വപ്നം, അതായത് നീയും കൂടി വന്നപ്പോൾ അബദുറായി. അബദുറല്ല, ദുർദുർ സ്വപ്നം. But I thought you something that അപ്പാപ്പൻ്റെ കഴുത്തിൽ കിടന്ന സാധനം പിച്ചർപ്പിച്ചേ. ഓ മൈ ഗോഡ്, മായാജാല മായാവി. ബ്രഹ്മയുഗത്തിൽ അഭിനയിച്ച ആരോ ആണ്. മായാവി. ജീംപുമ്പ കുട്ടിച്ചാത്ത ഉണങ്ങി ഭസ്മമായി പോട്ടെ. ഓനോ അപ്പാപ്പനീസിനെ കിടക്കയില്ല. ഐ ആം ദ സോറി അപ്പാപ്പ, അഗൈൻ ഐ വിൽ പട്ടാസ് ഹെഡ് ഷോട്ട് യു. ഞാൻ ക്രാങ്കിട്ട് ഓഫ് ചെയ്തില്ലേ? നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് ക്രാങ്കിട്ട് ഓഫ് ചെയ്തില്ലേ? അപ്പോൾ ഓവനിലെ
ഗ്യാസ് റൂം കാണും. ഇതാണോ ഓപ്പൺ? അല്ല അല്ല അല്ല, അത് തീ കാണാമായിരുന്നു, അതിൻ്റെ വാതിലൊന്നും ഇല്ലായിരുന്നു അതിന്. ഉയ്യോ ഗ്രാനി, കാല് ഞാൻ തൊടാം, ആശീർവദിക്കണം. ഓ, ബാറ്റ് വെച്ചാണല്ലേ തലയിൽ ആശീർവദിക്കുന്നത് നിങ്ങൾ. ഡേറ്റ് ഇതുവരെ തത്തിട്ടില്ല കേട്ടാ. ഷോ, നിങ്ങളൊക്കെ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം, അപ്രിഷ്യേറ്റ്. ഓ ഹാവാക്കെങ്കിലും ഞാൻ 5 റൂംക്ക്. ഞാൻ ബെഡിലാണല്ലോ ഇട്ടേച്ച. എൻ്റെ ബക്കറ്റ് ഞാൻ എവിടെയാണോ ഇട്ടത് ആർക്കറിയാം. ഇനി ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ട് കളിക്കാൻ പോണേ. ഓ, അപ്പം ഇതിനകത്ത് ഒളിച്ചിരിക്കാൻ പറ്റുമല്ലേ? ഡേടേ, ഇനി ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. ഇത് പിടിച്ചേക്കേ പോരെ. ഇനി ഇതിവിടെ ഈ താക്കോലിട്ട അമ്മച്ചി വരും. പരീക്ഷിക്കണ്ട, ഇറങ്ങിയേക്കതായിരിക്കും നമുക്ക് സേഫ്. ഇറങ്ങടേ ഒന്നിച്ചോ, തന്നെ പൂട്ടിയിട്ടിരിക്കാൻ പോകണം. സ്റ്റക്കായ പോരട്ടെ. ഞാൻ എഴുതിയാണോ? ഗ്രാനി ICU എന്നൊക്കെ പറഞ്ഞോണ്ട്. പാവം സിലിണ്ടറിനെ എനിക്ക് ICUലായത്. പാവം, അവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം കണ്ണടിച്ച് പ്രാർത്ഥിക്കാം. സിലിണ്ടറിനെ ചത്തുപോണേ. ഇതിനകത്തൊന്നും ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ ഷെൽഫൊക്കെ ഇങ്ങനെ കാണിച്ചേക്കണം? ഇതിനകത്തൊന്നും ഒന്നും ഇല്ലടേ. കടച്ച് വെക്ക എവിടെയെങ്കിലും പോ. അടി വെച്ചേരും കേട്ടോ. ഏത് തോന്നു പോ. കീക്കടക്ക് എൻ്റെ ഉണ്ട്. അമ്മച്ചിയുടെ കളി കീക്കടല്ലേ. ഡേ 2ലാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേ. അല്ല അതിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഡേ 3 പെട്ടാണ്. ഇനി ആക്ട് 2 ഉണ്ടെന്ന് തോന്നുന്നു. ആക്ട് 1 ആദ്യം എഴുതി കാണിച്ച്. ഒന്ന് പിടിക്കാൻ എന്തോ സാധനം വന്നല്ലോ. അതാണ്ട് ഓർഡർ പോലെ. അമ്മച്ചി ഏണിങ് കയറി വരുക. അപ്പോൾ അവിടെ സ്റ്റെപ്പിൽ കൂടി വരാം. എലവേറ്ററിലോ സ്റ്റെപ്പിലോ കയറി വരാം. ക്ലോസ്ഡ് ഫ്രം അതർ സൈഡ്. കഷ്ടം തന്നെ. എല്ലാം ക്ലോസ്ഡ് ഫ്രം അതർ സൈഡുകളായിരിക്കണം. അതെന്തോണ്ടല്ലോ കട്ടോ മറ്റേ ക്രൗ ബാർ ഇവിടെ തന്നെ ഇല്ലേ? പിന്നെന്താണ്? ഇതുപോലെ ബെഡിലും കൊണ്ടിരുന്ന പോലെ തന്നെ. ഇതിവിടെ എല്ലാം കിടക്കട്ടെ. ഇപ്പോൾ തൽക്കാലത്തെ ക്രൗ ബാർ എടുക്കണം. പൊളിക്കുക. നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ഒരു സൗണ്ട് വന്നിട്ട് ഇപ്പം ഗ്രാനീൻ്റെ. ഇത് അടയ്ക്കാൻ പറ്റില്ലല്ലേ? തുറക്കണ്ട, തുറന്ന ഗ്രാനി വരും. ഇതൊക്കെ തുറന്നിട്ടേക്കാം. അയ്യോ, ഞാൻ ഇവിടെ താഴ്ത്തിട്ട് പിക്ചർ പീസ്. എന്തായാലും നോട്ടൊന്നും ഇല്ലല്ലോ. ഇതെന്താണ് പൊക്കത്ത്? ഇതെന്താണ്? ആഹാ, കൊള്ളാം, സൂപ്പർ. ഇതിന് അനക്കാൻ പറ്റത്തില്ലേ? പിന്നെ എന്താ വെച്ച് പൊക്കത്തേക്ക് കയറും. ഇത് അനക്കാൻ പറ്റും. എനക്കൊന്നും ശക്തിയില്ലടാ. അനക്കടാ. മേലല്ലെങ്കിൽ പണി ചെയ്യൂ മിസ്റ്റർ. ഇതിൽ കൂടെ എങ്ങനെ കയറും? ഇങ്ങനെ
അതിനകത്തുള്ള കയ്യിൻ്റെയും പടം വരുമെന്ന് റൈറ്റ് സൈഡിൽ. അയ്യോ ഇപ്പോൾ തഴങ്ങാനാലെടുത്ത് ആ സ്വിമ്മിങ് പൂളിൽ വെച്ചേക്കണം മറ്റേ സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നത്. ഡേയ് താഴത്തെന്തോ വലിയ എന്തോ കുഴി പോലെ. അപ്പോൾ ഇപ്പോൾ ഇത്ര ഞാൻ ഒരു അരമണിക്കൂർ എടുത്ത് ഈ വീഡിയോ എടുക്കാൻ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോൻ്റെ ലെങ്ത് നോക്കിയാൽ അരമണിക്കൂർ ആയിരിക്കും. കാരണം ഞാൻ അത്ര നേരം ഇത് വോയിസ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അരമണിക്കൂർ. അപ്പോൾ ഇനി പാട്ടിട്ട് വരുന്നതാണ്. ഇവിടെ പിക്ചർ പീസ എടുത്തു തന്നാൽ ഇവിടെ വെച്ചേക്കാം. ഞാൻ മറ്റേ പിസ്സ തന്ന പിസ്സ ബോയ് തന്ന ഇത് പിസ്സ മറ്റേ ഇവൻ്റെ കേൾപ്പുണ്ടാകും പുള്ളി തന്ന ഇത് ഒക്കെ ഉണ്ട്.